ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങലരിയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റേഷൻ കടയിൽ നിന്നും കിട്ടിയിട്ടുള്ള അരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പലരും റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയൊന്നും ചോറ് വെക്കാനൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള സ്നാക്സൊക്കെ അതുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്നും കിട്ടിയ അരി തന്നെ വേണമെന്നൊന്നുമില്ല. സാധാരണ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റേഷൻ കടയിലെ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാം, പച്ചരിയല്ല, നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരിയാണ്. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ കല്ലോ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കഴുകിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഈ അരി നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. അപ്പോൾ ഇത് അത്ര വലുതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഒരു 2 വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഈ പഴം നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ അരി ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റിയെടുത്ത അരി ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരമാണെങ്കിലും ഇതിൽ കുറച്ചൊക്കെ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ പോയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് മൺചട്ടി കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ അരി നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഈ ഒരു ചട്ടിയുടെ ചൂടുകൊണ്ട് ഇത് ഇരുന്ന് കരിഞ്ഞു പോകും. അത് മൺചട്ടി ആയതുകൊണ്ടല്ല, ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ വറുത്തെടുത്ത അരി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഈ സമയമായപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയി നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരി വറുത്ത് പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരയും 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 പീസോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. പക്ഷേ ശർക്കരയാണെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ഓരോ പിടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ നേന്ത്രപ്പഴം കൂട്ട് ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വലുപ്പത്തിലുള്ളൊരു 18 ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതുപോലെ തന്നെ ഇത് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒട്ടും ഓയിൽ കുടിക്കില്ല നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പുറത്ത് നല്ലൊരു കോട്ടിങ് ഉണ്ടാവും, കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടത് കറക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് ഓരോ ബോൾസ് ഇടുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലൊരു വൃത്തിയിൽ തന്നെ ഇതിൽ മുക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസും ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്ത ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് കുറേ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ബ്രെഡ് ക്രംസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗം മൊരിഞ്ഞ് കളർ മാറി വരും. അപ്പോൾ അത്രത്തോളം മതി. പിന്നെ ഇത് തീ കുറച്ചിട്ടൊക്കെ വെക്കുകയാണെങ്കിലും എണ്ണ ചൂടാവാതെ ഇടുകയാണെങ്കിലൊക്കെ എണ്ണ കുടിക്കും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒട്ടും തന്നെ എണ്ണയില്ല എന്ന് പറഞ്ഞത് ഫ്രൈ ചെയ്തെന്ന് പോലും നമുക്ക് ഡൗട്ടാണ്. അത്രത്തോളം തീരെ എണ്ണയില്ലാതെയാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ കുറച്ച് വെക്കുമ്പോഴൊക്കെയാണ് ഇതിലേക്ക് എണ്ണയൊക്കെ നന്നായിട്ട് കയറുന്നത്. അപ്പോൾ ഈ ബനാന റൈസ് ബോൾസ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നേന്ത്രപ്പഴവും പുഴുങ്ങലരിയും ചേർത്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബനാന റൈസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ അരിയുണ്ട ഉണ്ടല്ലോ, ആ അരിയുണ്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയാണ്. കാരണം തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്, അരിമണി വറുത്ത് പൊടിച്ചതുണ്ട്, പിന്നെ അതിലൂടെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റും ഏലക്കാപ്പൊടിയുടെയും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.